കഴിഞ്ഞ തവണത്തെ സംഘർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആയിരുന്നു ആക്രമിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇറാന്റെ തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ് ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ശ്രമിക്കുന്നത് രാജ്യത്തെ കീഴടക്കണമെങ്കിൽ പരമോന്നത നേതാവിനെ തന്നെ താഴെ ഇറക്കണം എന്ന് തന്നെയാണോ? അത് തന്നെയാണല്ലോ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അത് ട്രംപിന്റെ ആ പ്രസംഗത്തിൽ, ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, അത് ഇദ്ദേഹത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന്. അതായത് ഖാംനെയിയുടെ അല്ലെങ്കിൽ ഈ റെജീമിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അവരെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവര് ഈ യുദ്ധം, അതിനൊരു പേരിട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ആ പേര് വിട്ടുപോയി. അവർ ഈ ഒരു മൂവ്മെന്റിന്, അതായത് ഈ യുദ്ധത്തിന് അമേരിക്ക ഒരു പേരിട്ടിട്ടുണ്ട്. ഫ്യൂറിക്ക് മുമ്പ് എന്തോ ഒരു വാക്കുണ്ട് കേട്ടോ, എന്തോ ഒരു ഫ്യൂറിയാണ്. അതുപോലെ ഇസ്രായേൽ യുദ്ധത്തിൽ ഇട്ടിരിക്കുന്ന യുദ്ധം, കഴിഞ്ഞ പ്രാവശ്യം അവരുടെ യുദ്ധം എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആയിരുന്നു. ആ റൈസിംഗ് ലയൺ ഏതായാലും വാലും ചുരുട്ടിക്കൊണ്ട് ഓടിയ കഥ നമ്മളുടെ മുമ്പിലുണ്ട്, ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്രാവശ്യം അവരുടെ ഈ മിഷന്റെ പേര്, യുദ്ധത്തിന്റെ പേര് ലയൺ റോർ എന്നാണ്. അതായത് സിംഹം അലറുന്ന സിംഹമാണ്. അപ്പൊ ഈ അലറുന്ന സിംഹത്തെ ഇറാൻ എന്ന് പറയുന്ന കരിമ്പുലി പിടിച്ചു കെട്ടുമോ അല്ലെങ്കിൽ അടിച്ച് താഴെ ഇടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ ഉള്ള ആക്രമണത്തെ വ്യത്യസ്തമായിട്ട് ഇത് സംയുക്തമായ ആക്രമണമാണ്. ഇപ്പോ സമുദ്രത്തിൽ നിന്ന് ഈ അമേരിക്കയുടെ വലിയ കപ്പൽപ്പട അവിടെ ഉണ്ട്. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് 6 കപ്പലുകളെങ്കിലും, 6 യുദ്ധക്കപ്പലുകളെങ്കിലും തമ്പടിച്ചിട്ടുണ്ട്. ഒരെണ്ണം മെഡിറ്ററേനിയനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ മെഡിറ്ററേനിയനിൽ എത്തിക്കഴിഞ്ഞു. അത് നമ്മൾ കണ്ടതാണ്. ബാക്കിയുള്ളത് ഈ അറബിക്കടൽ കേന്ദ്രീകരിച്ച്, അതുപോലെ പേർഷ്യൻ ഗൾഫ് കേന്ദ്രീകരിച്ച് ഇറാന്റെ അതിർത്തിയല്ല, ഇറാനിലേക്ക് അവിടെ നിന്ന് ആക്രമണം നടത്താൻ പാകത്തിലുള്ള ദൂരത്തിലാണ് ഈ യുദ്ധക്കപ്പലുകളൊക്കെ ഉള്ളത്. അപ്പൊ ഒരേ സമയം അമേരിക്ക ഈ യുദ്ധക്കപ്പലുകളിൽ നിന്ന് നടത്തുന്ന ആക്രമണത്തെ നേരിടണം, അതേസമയം ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ നേരിടണം. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണ്. ചൈനയിൽ നിന്നുള്ള മറ്റേ ഐറ്റം ഇതുവരെ അവിടെ എത്തിയോ നമുക്കറിയില്ല കേട്ടോ. ഈ ആന്റി ഷിപ്പ് പ്രത്യേകതരം ഒരു മിസൈൽ ചൈനയിൽ നിന്ന് അവർ വാങ്ങിക്കാനുള്ള എല്ലാ കരാറെല്ലാം ഉണ്ടാക്കിയത് ഏത് നിമിഷവും അതിന്റെ കൈമാറ്റം നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതായത് യുദ്ധക്കപ്പലുകളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേക സൂപ്പർസോണിക് ഐറ്റമാണ്. അപ്പൊ അത് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. ഈ യുദ്ധക്കപ്പലുകളെയൊക്കെ അതിശക്തമായി ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനവും, ഡ്രോണുകളടക്കം അതിശക്തമായ ആയുധ ശേഖരം തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ യുദ്ധമുഖത്ത്. അതുകൊണ്ടാണ് അവർ ആ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്. ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷം മാത്രമേ, അല്ലെങ്കിൽ ആ സേനയെ തുരത്തി ഓടിച്ച ശേഷം മാത്രമേ IRGC വിശ്രമിക്കൂ എന്ന്. മേഘ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിശുദ്ധമായ മാസമാണ് ഇപ്പോ. ഇറാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് രാജ്യമാണ്. അവിടെ റമദാൻ വ്രതം നോക്കുന്ന സമയമാണ്. നമ്മൾ മുമ്പും പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം സമയത്ത് ഇറാനെ സംബന്ധിച്ചൊരു ക്രൈസിസ് ആയിട്ടല്ല അങ്ങനെ ഒരു സമയത്ത് അവർ യുദ്ധത്തിലേക്ക് പോവുക. ഒരേ സമയം രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധവും അതേസമയം മതത്തിന് വേണ്ടിയുള്ള യുദ്ധവും ആവുമ്പോൾ അവരുടെ ഈ വീര്യവും ക്രൗര്യവും ഒക്കെ കൂടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു അവരുടെ പ്രതികാര വാഞ്ചയ്ക്ക് ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി ആ ഫ്യുവല്, ആ ഇന്ധനം നൽകുന്ന ഒരു സമയമാണ് അവരുടെ, പ്രത്യേകിച്ചും ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വരുന്ന മണിക്കൂറുകൾ, വരുന്ന ദിവസങ്ങളൊക്കെ അത് നമുക്ക് ഈ ഏതെങ്കിലും തരത്തിൽ പ്രവചിക്കാൻ പറ്റാത്ത വണ്ണമുള്ള അതിശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്ത്, ഇറാൻ സേനയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന തന്നെയാണ് കരുതേണ്ടത്. കാരണം വിശുദ്ധ മാസത്തിലെ വിശുദ്ധ യുദ്ധമാണ് ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധം. അത് ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്ന യുദ്ധം, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന യുദ്ധം എന്നൊക്കെ വേണമെങ്കിലും ഈ ഘട്ടത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം ചർച്ചകളുമായി ബന്ധപ്പെട്ട് 3 റൗണ്ട് ചർച്ച, ഇപ്പൊ വ്യാഴാഴ്ചയാണ് 3ാമത്തെ റൗണ്ട് ചർച്ച ജനീവയിൽ കഴിഞ്ഞത്. അപ്പോഴും ഇറാൻ കൃത്യമായിട്ടും അവരുടെ സ്റ്റാൻഡ് പറഞ്ഞു, സീറോ എൻറിച്ച്മെന്റ് നടക്കില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച യുറേനിയം എവിടെയെങ്കിലും മാറ്റണം, നടക്കില്ല. ഞങ്ങളുടെ പരമാധികാരവും ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അടിയറ വയ്ക്കുന്ന ഒരു പരിപാടിക്കും ഞങ്ങളില്ല. അങ്ങനെ അമേരിക്ക മനക്കോട്ട കെട്ടണ്ട, ഞങ്ങൾ അങ്ങനെ പരാജയപ്പെടാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ പൊരുതിമരിക്കാൻ ഞങ്ങളുടെ പോരാളികൾ തയ്യാറാണ്. ഇപ്പൊ നിലവിൽ ഇറാനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ഇറാനിൽ തന്നെ ഏതാണ്ട് അത് കെട്ടടങ്ങി ഒരു ഒറ്റ രാജ്യമായി അവര് ഈ ശത്രുക്കൾക്ക് നേരെയുള്ള ഒരു പോരാട്ടമായി ഈ യുദ്ധമുഖത്ത് അവർ ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോ കരുതേണ്ടി വരിക, അങ്ങനെയാണ് കാണേണ്ടി വരിക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മിസൈൽ ശക്തി എന്ന് പറയുന്നത് ലോക പ്രസിദ്ധമാണ്. അപ്പോൾ അപ്പുറത്തെ വശത്ത് നിൽക്കുന്നത് അമേരിക്ക പോലുള്ള ഒരു വൻകിട രാജ്യവും. അപ്പോൾ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് മാസങ്ങളോളമോ വർഷങ്ങളോളമോ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്?
അങ്ങനെ കരുതിയാലും തെറ്റില്ല. കാര്യം പെട്ടെന്ന് ഇപ്പോ വെനസ്വേലയിലെ നിക്കോളാസ് മഡൂറോയും ഭാര്യയെയും പിടിച്ചുകൊണ്ട് പോയതുപോലെയൊന്നും ഇറാനിൽ വന്നിട്ട് ഇപ്പൊ ഖാംനിയെ അതെ, അതെ. തട്ടിക്കളയുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എയർ ബോംബിംഗ് ഒക്കെ നടത്തിയിട്ട് അതിന്റെ ഒക്കെ വ്യാപ്തിയും ആഴവും എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോ അവര് ചില ടാർഗറ്റുകൾ, ഇപ്പൊ ഇസ്രയേലിനെ പോലെ ഒരു രാജ്യത്തിന്, ഇറാൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യമാണെങ്കിൽ പോലും അവിടെ അവർക്ക് എവിടെയാണ് ഖാംനെയി ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് അവിടുത്തെ പ്രസിഡന്റ് പെസഷ്കിയാൻ ഉള്ളത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും അതൊക്കെ അത് നിർണയിക്കാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള വലിയ മൊസാദിന്റെയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര സുരക്ഷ, ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബെറ്റിന്റെ ഒക്കെ വലിയ ബുദ്ധിമാന്മാരാണ്. അപ്പൊ ആ നിലയ്ക്ക് അവര് അതൊക്കെ കൃത്യമായിട്ടും ലൊക്കേറ്റ് ചെയ്തുള്ള ആക്രമണങ്ങൾ നടത്തുമോന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ നടത്തില്ല എന്ന് പറയാനൊന്നും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഏതായാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ കരുതേണ്ടി വരുന്നത് ഈ ആദ്യഘട്ട ആക്രമണത്തിൽ തന്നെ അവര് ഖാംനെയെ ടാർഗറ്റ് ചെയ്തു. പക്ഷെ ഖാംനെയ്ക്ക് ഒന്നും പറ്റിയില്ല. ഖാംനെയെയും പെസഷ്കിയാനെയും പ്രസിഡന്റിനെയുമാണ് അവർ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ ആ ആക്രമണത്തിൽ രണ്ടുപേരും സുരക്ഷിതരാണ് എന്നുള്ള നിലയിൽ ഖാംനെയുടെ വസതിക്ക് സമീപം, ഖാംനെയി അതെ, അതെ. താമസിക്കുന്ന ഇടത്തിന് സമീപം ഈ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ ആ സ്ഫോടനം ഉണ്ടായി എന്ന നിലയിലുള്ള വാർത്തകളൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ വേവിൽ അവർക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി പ്രയാസമായിരിക്കും. കാരണം ഇറാനെ സംബന്ധിച്ചും, ഇറാനും ഈ പറയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിലൊന്നും അങ്ങനെ കുറച്ച് ഈ താഴെ നിൽക്കുന്ന രാജ്യമൊന്നുമല്ല. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ശക്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ, ഈ ജൂണിലെ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് പല ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ, ഇസ്രയേലിന്റെ അമേരിക്ക കൊടുത്ത സാധനങ്ങൾ കണ്ടു. F-35, F-16 ഒക്കെ പോലെയുള്ള അത്യന്താധുനികമായ ഇവരുടെ വിമാനങ്ങൾ വന്നിട്ട്, ഫൈറ്റർ ജെറ്റുകൾ വന്നിട്ട് അവിടെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ട് ചെയ്യാൻ പറ്റാതെ ആ ഫൈറ്റർ ജെറ്റുകളെ ഇറാന്റെ മിസൈലുകൾ അടിച്ചിടുകയാണ്. അല്ലെങ്കിൽ ഇറാൻ അത്തരത്തിലുള്ള വലിയ ഈ ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്നിലധികം പൈലറ്റുമാര് ഈ പാരച്യൂട്ടിലൂടെ ചാടി രക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഇത്തരം യുദ്ധവിമാനങ്ങളിൽ നിന്ന്. യുദ്ധവിമാനങ്ങളെ, ബോംബർ വിമാനങ്ങളെ പോലും തങ്ങളുടെ അതിർത്തിയിൽ കയറ്റാതെ ഓടിച്ചു വിട്ട ചരിത്രമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യമാണ് നമ്മൾ ഈ 12 ഡേ വാറിൽ കണ്ടത്, ജൂൺ മാസത്തിൽ കണ്ടത്. അപ്പോ ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് ഇറാന്റെ പ്രതിരോധം, ചെറുത്തുനിൽപ്പ്, അല്ലെങ്കിൽ ഈ പ്രതികാരം എന്നൊക്കെ ഉള്ളത്, അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. നമുക്ക് ഒരു തരത്തിലും ഇറാനെ ഈ ഘട്ടത്തിൽ കുറച്ച് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതേസമയം ഇസ്രയേലും അമേരിക്കയും കൂടെ ചേരുമ്പോൾ അതിനപ്പുറം വലിയൊരു ശക്തി, ലോകത്ത് മറ്റൊരു ശക്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇറാന് വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഹൂത്തികൾ ഇതിനകം തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഹൂത്തികൾ സെന്ററിൽ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രയേലിന്റെ അതിർത്തി എന്ന നിലയിൽ ലബനനിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയുടെ സപ്പോർട്ട് കൃത്യമായിട്ടും ഇറാന് ലഭിക്കുന്നുണ്ട്. അത് ഹിസ്ബുള്ള ഇപ്പൊ വലിയൊരു ശക്തിയൊന്നുമല്ല. പക്ഷെ ഹിസ്ബുള്ള ഒരു ചെറിയ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മൾ ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെ ഇസ്രയേലിന്റെ ടാർഗറ്റുകൾ കൂടുകയാണ്. ഇസ്രയേലിന് അതിർത്തി കിടക്കുന്ന ലെബനിലുള്ള ഹിസ്ബുള്ളയെ നോക്കണം, അതേസമയം ഹൂത്തികൾ അവിടെ ഏത് പണി ചെയ്യുന്നു നോക്കണം. ഇറാഖിൽ അവിടുത്തെ ഷിയ മിലിഷ്യയുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന പണി അവരെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇത് ഒരു ഇറാനെ ചുറ്റിപ്പറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഇറാനോട് ചേർന്നുകൊണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചേരി കൂടി രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ. ഇനിയിപ്പോ നമുക്കറിയാം ഇറാന് വേണ്ടി വരാൻ സാധ്യതയുള്ളത് ചൈനയായിരിക്കും. ഒരു പക്ഷെ അതിശക്തമായി വരാൻ സാധ്യതയുള്ളത് ചൈനയായിരിക്കും. ചൈന ആയുധം കൊണ്ടും എല്ലാ തരത്തിലും ഇറാന് എല്ലാവിധമായ പിന്തുണയും നൽകും. റഷ്യ പക്ഷേ എനിക്ക് തോന്നുന്നു അത്രത്തോളം അങ്ങോട്ട് റഷ്യക്ക് ഈ ഇറാനെ സഹായിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് നമുക്കറിയില്ല. മറ്റു ബാക്കിയ എല്ലാത്തരം സഹായങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആണവ ആയുധ ശക്തികളായ അമേരിക്കയും ഇസ്രയേലും ഒരു രാജ്യം ആണവായുധം വികസിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിക്കുന്നത് എന്തൊരു ചെറ്റത്തരമാണ്. അവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ടല്ലോ. അപ്പോ ഈ സാധനം വെച്ചുകൊണ്ടാണ് ഇറാൻ അത് ഉണ്ടാക്കിയേക്കാമെന്ന് പറയുന്നത്. അപ്പൊ ഇറാൻ അത് ഉണ്ടാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇറാന് ആണവായുധം നൽകാൻ സന്നദ്ധമായി നിൽക്കുന്ന എത്രയോ രാജ്യങ്ങൾ, നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പൊ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കാര്യമായിരിക്കുമല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. അത് റഷ്യയുടെ മുൻ പ്രസിഡന്റാണ് പറഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴും റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല പാകിസ്ഥാൻ ഇനിയിപ്പോ ഇറാൻ എടുത്ത് ആണവായുധം കൊടുക്കും. പാകിസ്ഥാൻ എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയും ആണവ ശക്തികളാണല്ലോ, പറയാൻ പറ്റില്ല നമുക്ക്.
അതുപോലെ ഇപ്പൊ റഷ്യയുടെ കാര്യം, ചൈനയുടെ കാര്യം, ഇതെല്ലാം ഇപ്പൊ ഏത് നിലയ്ക്കാണ് ഇറാന് സഹായങ്ങൾ കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം കീഴടങ്ങില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോട് തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മേഘ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ വ്യക്തമായും പറയേണ്ടി വരിക. അതെ, അപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും മാസങ്ങൾക്ക് ശേഷം സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകളുമായി വീണ്ടും ചർച്ച ചെയ്യാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.